എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ റിയാസ്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഐ എം വിവേക്. ഫസ്റ്റ് ടൈമാണ്. ഹലോ. എനിക്ക് ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ സ്വഭാവം പണ്ടേ ഇല്ല. എന്നാലും പറയാ കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിലാക്കട്ടെ. ശുഭസ്യ ശീക്രം എന്നാണല്ലോ. പിന്നെന്താ, ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾ ആ പേയ്മെന്റ് തന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിരുന്നു. വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടേ, അതുകൊണ്ടാ. അല്ല, ഇതിനകത്ത് ആരാ ആവശ്യക്കാരൻ? 10,000 രൂപയ്ക്ക് ഒരാൾ ആവശ്യമായി നടക്കും. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ 3 പേരും അത്യാവശ്യക്കാരാണ്. അതെങ്ങനെ ശരിയാവുന്നേ? 3 പേർക്ക് 30,000 രൂപ വേണം. 30,000 രൂപ? വിവേക്, ഇയാൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണല്ലോ ചേട്ടാ. ഞങ്ങളുടെ 10,000 രൂപയുള്ളൂ. അങ്ങനെയല്ലേ ചേട്ടാ പറഞ്ഞത്? ഞാൻ ഒരാൾക്ക് 10,000 രൂപ ഞാൻ പറഞ്ഞു. ഞങ്ങൾ കരുതി 3 പേർക്കാണെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് പോളും, ഒന്ന് പറയട്ടെ. കാല് പിടിക്കാം. മാർക്കറ്റ് ഇടിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. എടോ ക്രിസ്റ്റി, താൻ കാരണം എന്റെ സമയം പോയത്. എവിടുന്ന് കിട്ടിയടോ ഈ ദരിദ്രവാസികളെ? അങ്ങനെ പറയരുത് ചേച്ചി. ഈ 10,000 തന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഒന്ന് സഹരിച്ചൂടെ പ്ലീസ്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പെങ്ങളെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അയ്യേ, ഇറക്കി വിടൂ ഇവന്മാരെ. അയ്യോ പോലെ പ്ലീസ്. എന്റെ ദേഹത്തോട്ട പീഡനത്തിന് കേസ് കൊടുക്കും. താത്തി വെച്ചോ. അയ്യോ ചേട്ടാ, ഇത് 2,000 രൂപയല്ലേ? അതെ, ഇത് തന്നെ തിരിച്ചു തരാൻ പാടില്ലാത്ത. പിന്നെ നിന്റെയൊക്കെ അവസ്ഥ കണ്ട് തരുന്നയാ. റൂം റെന്റും വെയിറ്റ് ചാർജും സ്നാക്സും കൂട്ടി കഴിഞ്ഞാലേ കാശ് ഇങ്ങോട്ട് രണ്ടു വരും. എന്നാ പിന്നെ ഇതും കൂടി അവിടെ വെച്ചിട്ട് ടച്ചിങ് എന്തെങ്കിലും നടക്കോ? നീ ഇന്ന് സമയങ്ങളെ പോകാൻ നോക്കടാ, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോവാ. ലാപ്ടോപ്പ് തിരിച്ചു മേടിക്കണോട്ടോ. റിയാസേ, നിക്കടാ എവിടെ? നീയൊക്കെ ഇത് എവിടെയായിരുന്നു? അത് പിന്നെ അത് ചേട്ടാ, അത്യാവശ്യം ടൗൺ വരെ പോയത്. എന്നിട്ട് പോയാലും എന്തായി? ഗംഭീരമായി. അതെ, ഈ സൈക്കിൾ ഒന്ന് നേരെയാക്കണം. നിനക്കിത് നേരെയാക്കാൻ പറ്റുമോ? എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചു? സൈക്കിൾ നന്നാക്കലല്ലേ എൻ്റെ പണി. അതല്ലടാ, ഞാനിത് തായ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചതാ. ഫോറിൻ ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. തായ്ലൻഡിൽ പോയി സൈക്കിൾ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ ചേട്ടാ? നമ്മുടെ നാട്ടിൽ നല്ല 1-ാം തരം സൈക്കിൾ കിട്ടൂലേ? നിങ്ങളൊക്കെ ഏത് നാട്ടുകാരടാ പൊട്ടന്മാരെ? തായ്ലാൻഡിൽ പോണേ എന്തിനാ? സൈക്കിള് മേടിക്കാൻ. തായ്ലാൻഡിൽ പോകുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കാണ്. പക്ഷേ അത് നമ്മുടെ ഭാര്യമാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അതും ഇതൊക്കെ മേടിച്ചിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. കേട്ടൊക്കെ സത്യാണല്ലേ? എന്ത്? അവിടെ സെക്സ് ടൂറിസം ആണല്ലേ? പിന്നല്ലാതെ. അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ ഇന്ത്യൻ റുപ്പി 500 കൊടുത്താ ഏത് പെണ്ണും കൂടെ പോരും. വെറും 500? സത്യം? അതേടാ ചേട്ടാ, വെറുതെ ആളെ മണ്ടന്മാരാക്കരുത്. വെറും 500 രൂപക്ക് കാര്യം സാധിക്കുമെന്നാ? മക്കളെ, അതാണ് റെഡ് സ്ട്രീറ്റിന്റെ പ്രത്യേകത. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. മാർക്കറ്റിൽ സാധനം ഉണ്ടെങ്കിൽ വില കൂട്ടാൻ പറ്റില്ലല്ലോ. ദേ നോക്ക്. കൊച്ചു കള്ള. വല്ല ബാങ്കോക്കിലും ജനിച്ചാ മതിയായിരുന്നു. അതെ. നീ സൈക്കിൾ നേരേക്ക് നോക്ക്, ഞാൻ പിന്നെ വരാം. ശരി, നന്നാക്കി വെക്കാം. മൊബൈൽ തരാ. അത് ശരി, നന്നാക്കി വെച്ചേക്കാട്ടാ. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ബാങ്കോക്ക് വരെ പോണം. ഇവിടെ ചാലക്കുടി പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. വെറുതെ നെഗറ്റീവ് അടിക്കലടാ.